പൗലോസ് പറയുകയാണ്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ എത്ര ദൈവം നമുക്ക് തന്നത്. നാം ഭീരുക്കളായി മാറിയാൽ നമ്മുടെ ശക്തി ചോർന്നു പോകും. നമ്മൾ ഭീരുക്കളായി മാറിയാൽ ദൈവത്തിലുള്ള സ്നേഹം കുറഞ്ഞു പോകും. നാം ഭീരുക്കളായി മാറിയാൽ നമ്മിൽ സുബോധം നഷ്ടമായി പോകും. പിശാച് എന്തിനാണ് നമ്മെ ഭീരുക്കളാക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായോ? നിന്റെ ശക്തിയെ ചോർത്തിക്കളയുവാൻ, നിന്റെ ശക്തിയെ ഇല്ലാതാക്കി കളയുവാൻ, നിന്നിലുള്ള അഭിഷേകത്തെ കെടുത്തിക്കളയുവാൻ, നിന്നിലുള്ള നിയോഗത്തെ ഇല്ലാതാക്കുവാൻ, നിന്റെ മേൽ കർത്താവ് കൈമാറിയിരിക്കുന്ന അധികാരത്തെ ഇല്ലാതാക്കി കളയുവാൻ നിന്നെ അവൻ ഭീരുവാക്കാൻ ശ്രമിക്കുക. നാം ഭീരുക്കളായി മാറിയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ ശക്തി ചോർന്നു പോകും. നാം ഭീരുക്കളായി മാറിയാൽ നമുക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. നാം ഭീരുക്കളായി മാറിയാൽ ഒന്നും സംസാരിക്കാൻ കഴിയത്തില്ല. നാം ഒതുങ്ങിപ്പോകും. മോശ ചെങ്കടലിന് മുന്നിൽ നിൽക്കുമ്പോൾ ഫറവോനും സൈന്യവും തന്റെ പിന്നാലെ വരുന്നു. മുന്നിലേക്ക് പോകാൻ കഴിയാതെ താൻ നിൽക്കുകയാണ്. തന്റെ ധൈര്യം മുഴുവൻ ചോർന്നുപോയി, ബലം ചോർന്നുപോയി, വിശ്വാസം ചോർന്നുപോയി. മോശ കരയുകയാണ്. ഫറവോന്റെ നേരെ അതിശക്തമായി സംസാരിച്ച മോശ കരയുകയാണ്. ഭീരുവായി പോയി, പേടിച്ചുപോയി. എന്തായി തീരുമെന്ന് അറിയാൻ മേലാതെ മോശ കരയുകയാണ്. മോശയോട് പറഞ്ഞു, നീ എന്തിനാണ് എന്നോട് നിലവിളിക്കുന്നത്? ആ വടിയെടുത്ത് നീട്ടുക. വടി നീട്ടിയപ്പോൾ മോശ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അതുവരെ മോശ കാണാത്തൊരു കാഴ്ചയാണ്. ചെങ്കടൽ രണ്ടായി മാറുകയാണ്. അതുവരെ മോശ അപ്രകാരം ഒരു കാഴ്ച കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ വിളിച്ചു പറയട്ടെ, പ്രതിസന്ധിയുടെ നടുവിൽ നീ ക്ഷീണിച്ചിരുന്നാൽ ആ കാഴ്ച ഒന്നും നിനക്ക് കാണാൻ കഴിയാതെ പോകും. ഇന്ന് പകൽ നീ ഭീരുക്കളെ പോലെ പുറകോട്ട് പോകുവാനല്ല, ധൈര്യത്തോടെ മുന്നോട്ട് വരിക. ധൈര്യത്തോടെ നീ കൽപ്പിക്കുക, ധൈര്യത്തോടെ നീ പ്രവചിക്കുക. അങ്ങനെ നീ സംസാരിക്കുമ്പോൾ, അങ്ങനെ നീ പ്രവചിക്കുമ്പോൾ, അങ്ങനെ നീ കൽപ്പിക്കുമ്പോൾ നിന്റെ മുന്നിൽ പ്രതിസന്ധികൾ വഴിമാറിപ്പോകും.